നമസ്കാരം. ഏവർക്കും വിദ്യാസാഗർ മിത്രമലയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ മെറ്റേണിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൻ്റെ 3 ഭാഗങ്ങൾ നമ്മൾ 3 വീഡിയോ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി 4ാമത്തെ ഭാഗം വീഡിയോ ആണിത്. 3ാമത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർ ദയവായി ആ വീഡിയോ കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക. 4ാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. 3ാമത്തെ ഭാഗത്തിൽ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം മിക്കാലിയെ ഒരു ചൈനാമാൻ കണ്ടുമുട്ടുകയും അദ്ദേഹം മിക്കാലിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ മിക്കാലി എന്ത് ചെയ്തു? നിഷേധിച്ചു അത്. കാരണം അവിടുത്തെ പൗരസ്ഥരായിട്ടുള്ള ആൾക്കാരുടേതായിട്ടുള്ള ക്രൂരതകളെപ്പറ്റി ധാരാളം മിക്കാലി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മിക്കാലി വരാനായിട്ട് വിസമ്മതിച്ചു. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ബാക്കി ഭാഗത്തിലേക്ക് പോകാം. Yet the man managed there and did not budge. So being in great distress, Mikali followed him. What more awful thing could happen to him? As they walked along, he stumbled weakly and almost fell with the child. The Chinaman came to him and taking the baby in his arms, tenderly pressed it to him. അപ്പോൾ എന്താണ്? ചെറിയൊരു പാരഗ്രാഫാണത്. അപ്പോൾ ആദ്യം നമ്മുടെ മിക്കാലി എന്ത് ചെയ്തു? പോകാനായിട്ട് എന്ത് ചെയ്തു? മടിച്ചു നിന്നു. പക്ഷേ യെറ്റ് ദ മാൻ റിമൈൻഡ് ദെയർ. പക്ഷേ ആ മനുഷ്യൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ആ ചൈനാമന വന്ന അദ്ദേഹം, ആ കരകൗശല കച്ചവടക്കാരൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ആൻഡ് ഡിഡ് നോട്ട് ബഡ്ജ്, അല്ലേ? അഭിപ്രായം മാറാതെ അവിടെ തന്നെ എന്ത് ചെയ്യാണ്? അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. മിക്കാലിയെ കൊണ്ടുപോകാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ്. സോ ബീയിങ് ഇൻ ഗ്രേറ്റ് ഡിസ്ട്രസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യധികം ഡിസ്ട്രസ്സോട് കൂടി തന്നെ മടിച്ച് എന്ത് ചെയ്തു? മിക്കാലി ഫോളോവുഡ് ഹിം. മിക്കാലി എന്ത് ചെയ്തു? അദ്ദേഹത്തെ പിന്തുടർന്നു. അതായത് അദ്ദേഹത്തിനോടൊപ്പം പോകാമെന്ന് എന്ത് ചെയ്തു? സമ്മതിച്ചു. വാട്ട് മോർ ഓംഫുൾ തിങ് കുഡ് ഹാപ്പൻ ടു ഹിം ആസ് ദേ വാക്ക്ഡ് അലോങ് ഹീ സ്റ്റംബിൾഡ് വീക്ക്ലി ആൻഡ് ഓൾമോസ്റ്റ് ഫെൽ വിത്ത് ദി ചൈൽഡ്. അപ്പോൾ വാട്ട് മോർ ഓംഫുൾ തിങ് കുഡ് ഹാപ്പൻ ടു ഹിം, അല്ലേ? മിക്കാലിക്ക് എന്താണോ വരാൻ പോകുന്നത്, എന്ത് ഭീകരതയാണോ വരാൻ പോകുന്നത്, അങ്ങനെയുള്ള ആശങ്കയൊക്കെ ഉണ്ട് അവൻ്റെ ഉള്ളിൽ. ആസ് ദേ വാക്ക്ഡ് എലോങ് ഹീ സ്റ്റംബിൾഡ്. അപ്പോൾ എന്താണ്? അവരിങ്ങനെ നടന്നു തുടങ്ങിയ സമയത്ത് ഹീ സ്റ്റംബിൾഡ് മീൻസ് എന്താണ്? അവൻ സ്റ്റംബിൾഡ് വീക്കിലി, അത്യധികം ക്ഷീണത്താൽ എന്ത് ചെയ്തു? അവൻ അവശനായി. ആൻഡ് ഓൾമോസ്റ്റ് ഫെൽ വിത്ത് ദി ചൈൽഡ്. ആ കുട്ടിയും കൊണ്ട് അവൻ മറിഞ്ഞു വീഴുമെന്നുള്ളൊരവസ്ഥയിലായി. അപ്പോൾ എന്ത് ചെയ്തു? ദ ചൈനാമാൻ കെയിം ടു ഹിം. ചൈനാമാൻ അവൻ്റെ അടുത്തേക്ക് വന്നു. ആൻഡ് ടേക്കിംഗ് ദ ബേബി ഇൻ ഹിസ് ആംസ്. അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ആ കുട്ടിയെ വാങ്ങി. ആൻഡ് ടെൻഡർലി മീൻസ് ശ്രദ്ധയോടുകൂടി, പ്രസ്ഡ് ഇറ്റ് ടു ഹിം. എന്താണ്? ആ കുട്ടിയെ എന്ത് ചെയ്തു? നെഞ്ചോട് ചേർത്ത് പിടിച്ചു. വളരെ ശ്രദ്ധയോടുകൂടിയ ചൈനാമാൻ എന്ത് ചെയ്തു? ആ കുട്ടിയെ വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നോക്കൂ, ബാക്കി പറയാം. ഓക്കെ, ബാക്കി പറയാം. They crossed several empty lots and then the man took a little lane that led them to a sort of wooden cabin surrounded by a very small garden. നോക്കൂ, they crossed several empty lots and then അവരെന്ത് ചെയ്തു? ഒരുപാട് ദൂരം ഇങ്ങനെ ഒരുപാട് കടന്നുപോയി. several empty lots, ഒരുപാട് തുണ്ടുഭൂമികൾ, ശൂന്യ തുണ്ടുഭൂമികൾ എന്ത് ചെയ്തു? ഒരുപാട് ശൂന്യഭൂമികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് എന്ത് ചെയ്തു? അവർ ഒരുപാട് ദൂരം ഇങ്ങനെ നടന്നു പോയി. ദ മെൻ ടുക്ക് എ ലിറ്റിൽ ലൈൻ. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ചെറിയ പാതയിൽ കൂടി കയറി. ദാറ്റ് ലെഡ് ദം ടു എ സോർട്ട് ഓഫ് വുഡൻ ക്യാബിൻ. ഒരു വുഡൻ ക്യാബിൻ, മരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു വഴിയിലേക്ക് തിരിയുന്ന ഒരു ചെറിയ വഴിയിലേക്ക് അവർ കയറി. സറൗണ്ടഡ് ബൈ എ സ്മാൾ ഗാർഡൻ. എന്താണ്? അതിൻ്റെ ചുറ്റുപാടും എന്താണ്? സറൗണ്ടഡ് ബൈ എ വെരി സ്മാൾ ഗാർഡൻ. കുഞ്ഞു പൂന്തോട്ടങ്ങളുണ്ട്, അല്ലേ? അങ്ങനെ ഒരു വുഡൻ ക്യാബിൻ, അതായത് എന്താണ്? മരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു നിമിഡ വഴിയിൽ കൂടി കയറി എന്ത് ചെയ്തു? ഇരുവശങ്ങളും ഗാർഡൻ, പൂന്തോട്ടം കൊണ്ട് നിറഞ്ഞൊരു വഴിയിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. He stopped before the door and clapped his hands twice. നടന്ന് എന്ത് ചെയ്തു? He stopped before the door. ഒരു ഡോറിൻ്റെ മുന്നിൽ ചെന്ന് ഇങ്ങനെ നിന്നു. and clapped his hands twice means 2 പ്രാവശ്യം. ഒരു ഡോറിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുകയും ഒരു വീടിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ കൈ അടിക്കുകയും ചെയ്തു. A few light steps inside and a tiny person
ആൻഡ് എ ടിനി പേഴ്സൺ കെയിം ടു ഓപ്പൺ ദ ഡോർ. അപ്പോൾ എന്താണ്, എ ഫ്യൂ ലൈറ്റ് സ്റ്റെപ്സ് ഇൻസൈഡ് മീൻസ് അകത്തെന്തോ നേർത്ത കാലടി ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. ആൻഡ് എ ടൈനി പേഴ്സൺ, ഒരു ചെറിയ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. കം ടു ആൻ ഓപ്പൺ ഡോർ, പുറത്തേക്ക് ഇറങ്ങി വന്നു. സീയിങ്, നോക്കാം ബാക്കി. Seeing the man, her face reddened and then a happy smile lit it up. എന്താണ്, അപ്പോൾ ആ അകത്തുനിന്ന് ഇറങ്ങി വന്ന ആ ഒരു മനുഷ്യൻ ഇദ്ദേഹത്തെ കണ്ട സമയത്ത്, ഈ ചൈനാമനെ കണ്ട സമയത്ത് അവളുടെ മുഖം, അപ്പോൾ വന്ന സ്ത്രീയാണെന്ന് മനസ്സിലായി. ഹെർ ഫേസ് റെഡേൺഡ്, അവളുടെ മുഖം എന്ത് ചെയ്തു, റെഡേൺഡ് മീൻസ് ചുവന്നു തുടുത്തു. ആൻഡ് ദെൻ എ ഹാപ്പി സ്മൈൽ ലിറ്റ് ഇറ്റ് അപ്പ്, അവളുടെ മുഖത്തൊരു സന്തോഷ ചിരി എന്ത് ചെയ്തു, പടർന്നു. അപ്പോൾ നോക്കൂ, ഷീ മേഡ് എ ബ്രീഫ് കോർട്ടസി ടു ഹിം. എന്ത് ചെയ്തു, അവൾ വളരെയധികം ഒരു വിനയം എന്ത് ചെയ്തു, അവരോട് കാണിച്ചു. ടു ദം, അല്ലേ, ഷീ മേഡ് എ ബ്രീഫ് കോർട്ടസി ടു ദം, അവരോട് വളരെ വിനയത്തോടു കൂടി. ആസ് മിക്കാലി റിമൈൻഡ് ദെയർ, വിനയം കാണിച്ചു, പക്ഷേ മിക്കാലി അവിടെ തന്നെ നിന്നു. ആസ് മിക്കാലി റിമൈൻഡ് ദെയർ ഹെസിറ്റേറ്റിംഗ്ലി മീൻസ് മടിച്ച് അല്ലേ, മടി പിടിച്ച് അവിടെ തന്നെ നിന്നു. റൂട്ടഡ് ടു ദി ത്രഷോൾഡ് മീൻസ് ഉമ്മറം. അപ്പോൾ ആ വീടിൻ്റെ ഉമ്മറത്ത് നമ്മുടെ മിക്കാലി എന്ത് ചെയ്തു, മടി പിടിച്ച് ഇങ്ങനെ നിന്നു, അല്ലേ. ആസ് മിക്കാലി റിമൈൻഡ് ദെയർ ഹെസിറ്റേറ്റിംഗ്ലി റൂട്ടഡ് ടു ദി ത്രഷോൾഡ് ദ ചൈനാമാൻ സെഡ് ടു ഹിം. അത് കണ്ടപ്പോൾ ചൈനാമാൻ മിക്കാലിയോട് പറഞ്ഞു, എന്താണ്, കമിൻ, വരൂ, അകത്തേക്ക് വരൂ. ദെൻ ഡു നോട്ട് ബി അഫ്രൈഡ്, നീ എന്ത് ചെയ്യണ്ട, ഭയക്കേണ്ട ആവശ്യമല്ല. ദിസ് ഈസ് മൈ വൈഫ്, ഇതാരാണ്, ഇതെൻ്റെ ഭാര്യയാണ്. ഓക്കെ, അപ്പോൾ ആ ചൈനാമാൻ കൂട്ടിക്കൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലേക്ക് തന്നെയാണ്. അവിടെ ചെന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്ന ആ സ്ത്രീ ആരാണ്, ചൈനാമാൻ്റെ ഭാര്യയാണ്, അല്ലേ. തുടക്കത്തിൽ നമ്മുടെ മിക്കാലി അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തു, അകത്ത് കയറാതെ ഇങ്ങനെ മടിച്ചു നിന്നു. പക്ഷേ എന്താണ്, അദ്ദേഹം എന്ത് ചെയ്തു, മിക്കാലിയോട് പറഞ്ഞു, എന്താണ്, ഭയക്കേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് മൈ വൈഫ്, ഇതെൻ്റെ ആരാണ്, ഇതെൻ്റെ ഭാര്യയാണ്. ഓക്കെ, അത്രയും ഭാഗമാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ചെറിയ പാരഗ്രാഫാണ്, ചാപ്റ്റർ തീരാനായിട്ട് പോവുകയാണ്, അവസാനിക്കാനായിട്ട് പോവുകയാണ്. ബാക്കി എന്താണ് പറയുന്നത് നമുക്ക് നോക്കിയിരിക്കാം. ഓക്കെ, ബാക്കി പറയാം. Mikali went into the room, rather large it seemed, separated in the middle by a colored paper screen. It was all so clean and neat, though very poor looking. In the corner he noticed a wicker cradle. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്, മിക്കാലി വെൻറ്റ് ഇൻ ടു ദി റൂം. അങ്ങനെ മിക്കാലി എന്ത് ചെയ്തു, ആ റൂമിനകത്തേക്ക് കയറി, വീട്ടിനകത്തേക്ക് കയറി. റാദർ ലാർജ് ഇറ്റ് സീംഡ്, കാഴ്ചയിൽ തന്നെ കാണാതെ അത്ര വലുതായിട്ട് എന്താണ്, റാദർ ലാർജ് ഇറ്റ് സീംഡ്, കാഴ്ചയിൽ അത് വലുതായിട്ട് തോന്നും, ആ വീടൊരു വലുതായിട്ട് തോന്നുമെങ്കിലും സെപ്പറേറ്റഡ് ഇൻ ദ മിഡിൽ ബൈ എ കളേർഡ് പേപ്പർ സ്ക്രീൻ, അതിനകത്ത് റൂമുകളൊക്കെ വേർതിരിച്ചിരിക്കുന്നത് കളേർഡ് പേപ്പർ സ്ക്രീൻ, കളർ നിറം പൂശിയ പേപ്പർ സ്ക്രീനുകൾ കൊണ്ടാണ് ഓരോ റൂമുകൾ ക്യാബിൻ പോലെ ഇങ്ങനെ തിരിച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് ആൾസോ ക്ലീൻ ആൻഡ് നീറ്റ്, പക്ഷേ എല്ലാം നല്ല ക്ലീനാക്കി വൃത്തിയാക്കി വെടുപ്പാക്കി ഇട്ടിരിക്കുകയാണ്. ദോ വെരി പുവർ ലുക്കിംഗ്, അല്ലേ. അതെല്ലാം വില കുറഞ്ഞ സാധനങ്ങൾ, അതെ, വീടിനകത്ത് ചെയ്തേക്കുന്നതെല്ലാം വലിയ വില കുറഞ്ഞ സാധനങ്ങൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിലും വളരെ നല്ല ഭംഗിയായിട്ട് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. കാഴ്ചയിൽ വലുതായിട്ട് എന്ത് ചെയ്യും, തോന്നും. ഇൻ ദ കോർണർ ഹി നോട്ടീസ് എ വിങ്കർ ക്രാഡിൽ, അങ്ങ് മൂലയിലായിട്ട് പെട്ടെന്ന് മിക്കാലി ശ്രദ്ധിച്ചു, ഒരു ക്രാഡിൽ കിടക്കുന്നത് കണ്ടു, ഒരു തൊട്ടിൽ കിടക്കുന്നത് കണ്ടു. നോക്കൂ, ദിസ് ഈസ് മൈ ബേബി സെഡ് ദ യങ് വുമൺ കോക്കിംഗ് ഹെർ ഹെഡ് ഗ്രേഷ്യസ്ലി ടു വൺ സൈഡ് ആൻഡ് സ്മൈലിംഗ് അറ്റ് ഹിം. അപ്പോൾ എന്താണ്, അപ്പോൾ ആ സ്ത്രീ പറയണതാണ്, ദിസ് ഈസ് മൈ ബേബി, ആ തൊട്ടിൽ കിടക്കുന്നത് എൻ്റെ കുട്ടിയാണ്. സെഡ് ദ യങ് വുമൺ കോക്കിംഗ് മീൻസ് ഒരു വശത്തേക്ക് തലയാട്ടി, ഹെർ ഹെഡ് ഗ്രേഷ്യസ്ലി ടു വൺ സൈഡ് ആൻഡ് സ്മൈലിംഗ് അറ്റ് ഹിം. എന്താണ്, അപ്പോൾ ഒരു സൈഡിലത്തേക്ക് തലയിങ്ങനെ തിരിച്ചുകൊണ്ട് അതാ അവിടെ ആ മൂലയിൽ തൊട്ടിൽ കിടക്കുന്നത് എൻ്റെ കുട്ടിയാണെന്ന് പറയുകയും മിക്കാലിയെ നോക്കി ചിരിക്കുകയും ചെയ്തു. നോക്കൂ, ഹീ ഈസ് വെരി ടിനി ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. എന്താണ്, അവൻ വളരെ ചെറുതും വളരെ ബ്യൂട്ടിഫുള്ളുമാണ്, സുന്ദരനുമാണ്. കം ആൻഡ് സീ, വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ, വരൂ, കാണാം, എന്ത് ചെയ്തു പറഞ്ഞു. ആ സ്ത്രീ എന്ത് ചെയ്തു, മിക്കാലിയെ, കുട്ടിയെ കാണാൻ വേണ്ടി എന്ത് ചെയ്തു, ക്ഷണിച്ചു. മിക്കാലി വെൻ്റ് അപ്പ് ക്ലോസർ ആൻഡ് സൈലൻ്റ്ലി അഡ്മയർഡ് ഇറ്റ്. മിക്കാലി എന്ത് ചെയ്തു, അടുത്തേക്ക് ചെന്നു, ആ കുട്ടിയെ കണ്ടു, എന്നിട്ട് എന്ത് ചെയ്തു, നിശബ്ദനായിട്ട് ആ കുട്ടിയെ ഇങ്ങനെ നോക്കി നിന്നു, ആരാധിച്ചു നിന്നു. എ ചബ്ബി ബേബി, ഒരു തടിച്ചുരുണ്ട കുട്ടി. ബട്ട് ലേറ്റ്ലി ഔട്ട് ഓഫ് ദി ഡാർക്ക്നെസ് ഓഫ് ദി നെറ്റേണൽ ബോഡി സ്ലെപ്റ്റ് പീസ്ഫുള്ളി കവേർഡ് വിത്ത് എ ഗോൾഡ് ബ്രോക്കേഡ് ക്ലോത്ത് ലൈക്ക് എ ലിറ്റിൽ കിങ്. അപ്പോൾ എന്താണ്,
നമ്മുടെ മൈക്കാലി ചെന്ന് നോക്കിയപ്പോൾ ഒരു തടിച്ചുരുണ്ട കുട്ടിയാണ്. അവൻ ഇങ്ങനെ കിടന്ന് ശാന്തനായിട്ട് ഉറങ്ങുകയാണ്. എന്താണ്? സ്ലെപ്റ്റ് പീസ്ഫുള്ളി കവേർഡ് വിത്ത് എ ഗോൾഡ് ബ്രോഡ്കേഡ്. എന്താണ്? അവനെ പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഗോൾഡ് സ്വർണം പൂശിയ കസവ് തുണി കൊണ്ട് അവനെ പൊതിഞ്ഞിരിക്കുന്നു. എന്താണ്? ലൈക്ക് എ ലിറ്റിൽ കിങ്, ഒരു കുഞ്ഞ് രാജാവിനെ പോലെ അവൻ എങ്ങനെ എന്ത് ചെയ്യാണ്? ആ തൊട്ടിൽ ഇങ്ങനെ ഉറങ്ങുകയാണ്. ഓക്കെ, ബാക്കി പറയാം. Then the husband called his wife over. He told her to sit on a straw mat. എന്നിട്ട് ഹസ്ബൻഡ് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിക്കുകയും അവളോട് എന്ത് ചെയ്തു? അവരോട് എന്ത് ചെയ്യാൻ പറഞ്ഞു? He told her to sit in a straw mat. അവളോട് എന്ത് ചെയ്യാൻ പറഞ്ഞു? പുൽപ്പായയിൽ എന്ത് ചെയ്യാൻ വേണ്ടി ഒന്ന് ഇരിക്കാനായിട്ട് പറഞ്ഞു. എന്തിനാണ്? അപ്പോൾ ഈ മിക്കാലിയുടെ കുട്ടിക്ക് കൂടി പാല് കൊടുക്കണം. അതിനു വേണ്ടിയാണ് ആ സ്ത്രീയോട് പായ ഇട്ട് അതിലേട്ട് ഇരിക്കാനായിട്ട് ആരെന്ത് പറഞ്ഞു? അദ്ദേഹം എന്ത് ചെയ്തു? ആ ചൈനാമൻ എന്ത് ചെയ്തു? പറഞ്ഞു. വിത്തൗട്ട് എ വേർഡ് ഹീ സെറ്റ് ഡൗൺ ഓൺ ഹെർ ലാപ്പ് ദ ലിറ്റിൽ ഫാമിഷ്ഡ് വൺ. അല്ലേ? പിന്നെ എന്താണ്? ഒരു വാക്കുപോലും പറയാതെ അയാൾ എന്ത് ചെയ്തു? നേരെ ഈ മിക്കാലിയുടെ കയ്യിൽ മിക്കാലിയുടെ കുട്ടി, ഈ അനുജൻ കുട്ടിയെ എടുത്ത് നേരെ എന്ത് ചെയ്തു? ആ സ്ത്രീയുടെ മടിയിലേക്ക് വെച്ചു. അല്ലേ? ആ വിശപ്പുള്ള കുട്ടിയെ അവിടേക്ക് വെച്ചു കൊടുത്തു. ബോവിങ് ഡീപ്ലി ബിഫോർ ഹെർ, the woman leaned over with astonishment and drew back the covering in which the child was wrapped. അപ്പോൾ എന്താണ്? ആ സ്ത്രീ വളരെ സ്നേഹത്തോടു കൂടി ആ സ്ത്രീ എന്ത് ചെയ്തു? വളരെ ആശ്ചര്യത്തോടു കൂടി കുട്ടിയെ പൊതിഞ്ഞു വെച്ചിരുന്ന ആ തുണി എന്ത് ചെയ്തു? ഒന്നിങ്ങോട്ട് മാറ്റി നോക്കി. It appeared to her in all its skeletonic horror. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ആ സ്ത്രീ എന്ത് ചെയ്തു? ഭയന്നു പോയി. അവൻ്റെ രൂപം എങ്ങനെയാണ്? ആ കൊച്ചുകുട്ടിയുടെ സ്കെലിറ്റോണിക് ഹൊറർ മീൻസ് എന്താണ്? എല്ലുന്തിയ ഭീകരതയാണ് ആ കുട്ടിക്ക്. ഓക്കെ. ഷീ ഗേവ് എ ക്രൈ ഓഫ് ഇമ്മൻസ് പിറ്റി ദെൻ പ്രസ്ഡ് ദ ബേബി ടു ഹെർ ഹാർട്ട്. പെട്ടെന്ന് അവൾ എന്ത് ചെയ്തു? ഉറക്കെ വിളിക്കാൻ ആരംഭിച്ചു. ഉറക്കെ അലറി വിളിച്ചു. ഇമ്മൻസ് പിറ്റി, അത്യധികം ദയോടുകൂടി അവൾ എന്ത് ചെയ്തു? ഉറക്കെ വിളിച്ചു. ആൻഡ് ദെൻ പ്രസ്ഡ് ദ ബേബി ടു ഹെർ ഹാർട്ട്. ആ കുഞ്ഞു കുട്ടിയെ അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഗീവിങ് ഇറ്റ് ദ ബ്രസ്റ്റ്. അവൾ എന്ത് ചെയ്തു? കുട്ടിക്ക് മുലപ്പാല് കൊടുത്തു. ദെൻ വിത്ത് എ ഗെസ്ചർ ഓഫ് മോഡസ്റ്റി ഷീ ബ്രോട്ട് ഫോർവേഡ് എ ഫ്ലാപ്പ് ഓഫ് ഹെർ റോബ് ഓവർ ദി മിൽക്ക് സ്വാലൻ ബ്രസ്റ്റ് ആൻഡ് ദ പുവർ. എന്താണ്? ആൻഡ് ദ പുവർ ഗ്ലട്ടോണിയസ് ഇൻഫൻറ്റ് സക്ലിംഗ് ദയർ. എന്താണ് സംഭവം? അപ്പോൾ വളരെയധികം സ്നേഹത്തോടു കൂടി അവൾ തൻ്റെ മുലപ്പാൽ ആ കുട്ടിക്ക് കൊടുക്കാനായി പോവുകയാണ്. ദെൻ വിത്ത് എ ഗെസ്ചർ ഓഫ് മോഡസ്റ്റി, അത്യധികം വിനയത്തോടു കൂടി ഷീ ബ്രോട്ട് ഫോർവേഡ് എ ഫ്ലാപ്പ് ഓഫ് ഹെർ റോബ് മീൻസ് മേൽവസ്ത്രം. അവരുടെ വസ്ത്രത്തിൻ്റെ ഒരു പാളി ഇളക്കി മാറ്റി അവരുടെ മുലകളെ പുറത്തേക്ക് ഇറക്കി. അതെന്ത് ചെയ്തു? മിൽക്ക് സ്വാളൻ ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പാൽ ഊറി നിൽക്കുന്ന മുല. ആ മുലപ്പാൽ എന്ത് ചെയ്തു? കുട്ടിക്ക് കൊടുക്കാനായിട്ട് അവരുടെ പാലൂറി നിൽക്കുന്ന മുല ആ കുട്ടിക്ക് വേണ്ടി ഇങ്ങനെ എടുത്തു വെച്ചു. കുട്ടിക്ക് കൊടുക്കാനായിട്ട് എടുത്തിങ്ങനെ വെച്ചു. ഗ്ലട്ടോണിയസ് ഇൻഫൻറ്റ് സക്ലിംഗ് ദെയർ. ആർത്തിമൂത്ത കുഞ്ഞുകുട്ടി എന്ത് ചെയ്തു? അത്യധികം സന്തോഷത്തോടു കൂടി ആ കുട്ടി എന്ത് ചെയ്തു? ആ പാലിങ്ങനെ നുകരുവാനും ആരംഭിച്ചു. അപ്പോൾ ആ ചൈനാമൻ്റെ ഭാര്യ എന്ത് ചെയ്തു? ആ പറയുന്ന മിക്കാലിയുടെ ഈ വിശപ്പ് സഹിക്കാൻ വയ്യാത്ത ഈ സ്കെലിറ്റൻ രൂപത്തിലായ കുട്ടിക്ക് പാല് കൊടുക്കാനായി തയ്യാറായി. അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹം എന്ത് ചെയ്തു? ഈ പറയുന്ന ചൈനാമൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് മിക്കാലിയെ കൊണ്ടുപോവുകയും ഈ കുട്ടിക്ക് പാല് കൊടുക്കുകയും ചെയ്തു. അല്ലേ? ആ സ്ത്രീ ആദ്യം കുട്ടിയെ കണ്ടപ്പോൾ ഒരുപാട് എന്ത് ചെയ്തു? ഭീകരതയോടുകൂടി കരഞ്ഞുവെങ്കിലും വളരെ വിനയത്തോടു കൂടി തങ്ങളുടെ മുലപ്പാൽ ആ കുട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യാണ്? കൊടുക്കുകയാണ്. ആ സ്ത്രീ എന്ത് ചെയ്യാണ്? കൊടുക്കുകയാണ്. വളരെ ആർത്തിയോടുകൂടി തന്നെ ആ കുഞ്ഞു കുട്ടി എന്ത് ചെയ്യാണ്? ആ പാല് കുടിക്കുകയാണ്. അതുവരെയാണ് നമ്മുടെ മെറ്റേണിറ്റി, മാതൃത്വം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മിക്കാലിയുടെ കുട്ടിക്ക് എന്ത് കിട്ടി? പാല് കിട്ടി എന്നുള്ളതാണ്. പാല് കുടിക്കാനായിട്ട് കഴിഞ്ഞു, മുലപ്പാല് കുടിക്കാനായിട്ട് കഴിഞ്ഞു. ഓക്കെ. ലിലിക നാക്കോസിൻ്റെ മനോഹരമായിട്ടുള്ള മെറ്റേണിറ്റി, മാതൃത്വം എന്ന് പറയുന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കുക, മനസ്സിലാക്കുക. താങ്ക് യു വെരി മച്ച്.